നമസ്കാരം എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് ഓൺ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഓഡിയോ ചിലപ്പോൾ അത്ര എനിക്ക് ശബ്ദമെടുത്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ നമ്മൾ യൂഷ്വലി കാണുന്ന ആ ഒരു വോളിയം ലെവലിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ പോസ്റ്റിൽ അത് കുറച്ചുകൂടി വോളിയം കൂട്ടാനായിട്ട് ശ്രമിക്കാം. കാരണം എൻ്റെ വായിക്കകത്ത് ഒരു മുറിവ് സംഭവിച്ചിട്ട് എനിക്ക് സംസാരിക്കാൻ കുറച്ച് പ്രയാസമാണ്, അതുകൊണ്ടാണ്. സോ അത് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങുകയാണ്. ജാനുവരി മാസം എൻഡിആറായി. അപ്പോൾ ജാനുവരി എൻഡിലത്തേക്ക് വേണ്ടിയിട്ടുള്ള ടോപ്പ് 5 ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ കാണിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻ്റെ ഡൗൺലോഡിംഗ് ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എൻ്റെ ഈ ഒരു വീഡിയോ, എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടതിന് ശേഷം എൻ്റെ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ആദ്യത്തെ ആപ്ലിക്കേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹേ നോട്ട് എന്നാണ് ആദ്യത്തെ ആപ്ലിക്കേഷൻ്റെ പേര്. നോർമലി എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഒരു ഡേയിൽ ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നോട്ട് ചെയ്ത് വയ്ക്കാറുണ്ട്. പക്ഷേ ഈ നോട്ട് ചെയ്യുന്നത് നോട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആക്കുന്ന തരത്തിലുള്ള നോട്ട് ആപ്ലിക്കേഷൻ ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേസമയത്ത് ഹേ നോട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു നോട്ട് ആപ്ലിക്കേഷനാണ്. അതായത് ഇതിനകത്ത് നിങ്ങൾ ആഡ് ചെയ്യുന്ന നോട്ട്സ് എല്ലാം നിങ്ങളുടെ വാൾപേപ്പറിൽ വന്ന് പിന്നായി കിടക്കും, അതായത് നിങ്ങളുടെ ഹോം സ്ക്രീനിൽ. അപ്പോൾ നിങ്ങൾ എപ്പോഴൊക്കെ ഫോൺ അൺലോക്ക് ആക്കുന്നോ ആ സമയത്തെല്ലാം നിങ്ങൾ ഏതൊക്കെ നോട്ട്സാണ് ആഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡേ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് അത് മൊത്തം നിങ്ങൾക്ക് ഫ്രണ്ട് സൈഡിലായിട്ട് കാണാനായിട്ട് പറ്റും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആപ്ലിക്കേഷനായിട്ട് തോന്നി, വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആപ്ലിക്കേഷനായിട്ട് തോന്നി. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ നോട്ടുകൾ ആഡ് ചെയ്യാനായിട്ട് പറ്റും. നല്ലൊരു പ്രൊഡക്റ്റീവ് ആപ്ലിക്കേഷനാണ്. നമ്മുടെ അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വിവാൽഡി എന്ന് പറയുന്നത് ഒരു ബ്രൗസറാണ്. അതായത് ഒരു ബ്രൗസർ വിത്ത് ഇൻബിൽഡ് ആഡ് ബ്ലോക്കർ ആൻഡ് പ്രൈവസി. അതായത് ഏറ്റവും നല്ല പ്രൈവസിയും ആഡ് ബ്ലോക്കറും എനേബിൾഡ് ആയിട്ടുള്ളൊരു ബ്രൗസറാണ്. ഏറ്റവും ഫാസ്റ്റായിട്ട് ഇതിനകത്ത് ബ്രൗസ് ചെയ്യാൻ പറ്റുമെന്നാണ് ആ ഒരു ആപ്ലിക്കേഷൻ അവകാശപ്പെടുന്നത്. ഈ ഒരു ബ്രൗസർ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ചില വെബ്സൈറ്റിലൊക്കെ കയറുന്ന സമയത്ത് അഡ്വർടൈസ്മെൻറ്റ്സ് കാണും. നിങ്ങൾ അറിയാണ്ട് അഡ്വർടൈസ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചില ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ആവും അല്ലെങ്കിൽ ഡൗൺലോഡ് ആവും. ആ ആപ്ലിക്കേഷൻസ് എല്ലാം ചിലപ്പോൾ നിങ്ങളുടെ ഫോണിനെ ബാധിക്കുന്ന തരത്തിലുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. അതുപോലെ തന്നെ അനോയിങ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് ഒഴിവാക്കാം. പ്രൈവസി തരുന്നുണ്ട്, ഫാസ്റ്റ് ആയിട്ടുള്ളൊരു ബ്രൗസിങ്ങും തരുന്നുണ്ട്. അടുത്ത ആപ്ലിക്കേഷൻ നമ്മുടെ ഒരു വാൾപേപ്പർ ആപ്ലിക്കേഷൻ, സ്ട്രോക്ക് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ഒരു സ്ട്രോക്ക് എന്ന് പറയുന്ന വാൾപേപ്പർ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ഓരോ സ്മാർട്ട് ഫോൺസിൻ്റെയും സ്റ്റോക്ക് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് വരും, അതും ഹൈ ക്വാളിറ്റിയിൽ തന്നെ. നമ്മൾ കാറ്റഗറീസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ ബ്രാൻഡുകൾ സെലക്ട് ചെയ്യാൻ പറ്റും. ആൻഡ്രോയിഡ് OS ആണോ വേണ്ടത്, ആപ്പിൾ OS ആണോ വേണ്ടത്, എസൂസ് ആണോ, ബ്ലാക്ക്ബെറി ആണോ, കൂൾപാഡ് ആണോ, അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റം റോമിൻ്റെ ആണോ, അല്ലെങ്കിൽ ഹുവാവേ ആണോ, അല്ലെങ്കിൽ ലാവേ ആണോ, ലെനോവേ ആണോ, നമ്മൾ കേട്ടിട്ടില്ലാത്തതും കേട്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളുടെ അവരുടേതായിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു OnePlusൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ OnePlusൻ്റേതായിട്ടുള്ള വാൾപേപ്പേഴ്സ് ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ട് വരും. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ഗൂഗിൾ പിക്സലിൻ്റെ അതുപോലെ തന്നെ സാംസങ് ഗാലക്സിയുടെ ആണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന 2 കാറ്റഗറിയാണ് സാംസങ് ഗാലക്സിയും ഗൂഗിൾ പിക്സലും. ഗാലക്സി വാൾപേപ്പേഴ്സൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, അടിപൊളിയാണ്. അപ്പോൾ ഗാലക്സി വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാൾപേപ്പർ ആപ്ലിക്കേഷൻ. ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാം. ചെറിയൊരു അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അത് കാര്യമായിട്ട് എടുക്കണം. നമുക്ക് നല്ലൊരു ക്വാളിറ്റി വാൾപേപ്പേഴ്സ് കിട്ടുന്നുണ്ട്. ആവശ്യത്തിന് മാത്രം തുറക്കുക, വാൾപേപ്പർ ഡൗൺലോഡ് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, നമ്മൾ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ണുകൾ ബ്ലിങ്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ കണ്ണുകൾ ചിമ്മുന്നത് വളരെ കുറവാണ്. ഇങ്ങനെ നമ്മൾ കണ്ണുകൾ ചിമ്മാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകൾക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. അതായത് ഇതിനകത്ത് നിന്ന് വരുന്ന ബ്ലൂ ലൈറ്റും കാര്യങ്ങളെല്ലാം നിങ്ങളെ കണ്ണുകളെ വല്ലാത്ത രീതിയിൽ ബാധിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ വരാണ്ടിരിക്കാനായിട്ട് ബ്ലിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ബ്ലിങ്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒന്നും സംഭവിക്കുന്നില്ല. നിങ്ങളുടെ ഹോം സ്ക്രീനിൻ്റെ നിങ്ങൾ എവിടെയാണോ സെറ്റ് ചെയ്യുന്നത് അവിടെയായിട്ട് ഒരു കണ്ണ്, ചെറിയൊരു കണ്ണിൻ്റെ ഒരു ആനിമേറ്റഡ് ഫോട്ടോ പോലെ വരും. അതിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഫോൺ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ കണ്ണിനെ ബ്ലിങ്ക് ചെയ്യിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ബ്ലിങ്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അതും ബ്ലിങ്ക് ചെയ്യുന്ന കാണുന്ന സമയത്ത് നമ്മളും ബ്ലിങ്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കണ്ണുകളിലുണ്ടാകുന്ന സ്ട്രെസ്സിൻ്റെ എമൗണ്ട് വളരെ കുറവായിരിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ ഡെഫിനറ്റ്ലി വർക്കൗട്ട് ആവുന്നതാണ്. അത്യാവശ്യം നിങ്ങളുടെ കണ്ണുകൾക്കുണ്ടാവുന്ന ഒരു പെയിനും തലവേദനയും കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാറും. കണ്ടിന്യൂസ്ലി നിങ്ങൾ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നവരും സ്ക്രോൾ ചെയ്യുന്നവരും, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാമൊക്കെ സ്ക്രോൾ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ഇറ്റ്. ഫൈനലായിട്ടുള്ള നമ്മുടെ ആപ്ലിക്കേഷൻ ബിൽബോട്ട് എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ മാനേജ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമുക്ക് ആമസോൺ പ്രൈം, ഹോട്ട്സ്റ്റാർ, സ്പോട്ടിഫൈ, യൂട്യൂബ് പ്രീമിയം ഇങ്ങനെയൊക്കെ ഒരുപാട് സബ്സ്ക്രിപ്ഷൻസ് നമ്മൾ എടുക്കാറുണ്ട്.
ഇതൊക്കെ എത്ര രൂപയാണ് മാസം തോറും നമ്മുടെ കൈകളിൽ നിന്ന് പോകുന്നത് എന്നുള്ളത് നമുക്കൊരു ധാരണയും കാണത്തില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾ മാനേജ് ചെയ്യണം, നിങ്ങളുടെ എക്കണോമി കുറച്ചുകൂടി മാനേജ്ഡ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്യുക. ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻസ് എല്ലാം കൂടി എത്ര രൂപയാണ് ആവുന്നത്, അതുപോലെ തന്നെ ഇയർലി ആണെന്നുണ്ടെങ്കിൽ എപ്പോഴാണത് റിന്യൂ ആവാനായിട്ട് ടൈം ആവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരൊറ്റ ആപ്ലിക്കേഷൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോമിൽ സബ്സ്ക്രിപ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് അത് എന്നാണ് റിന്യൂ ആവുന്നത്, അതുപോലെ തന്നെ എന്നാണ് എൻഡ് ആവുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടോപ്പ് 5 ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബെല്ലൈക്കണം. ഇതേപോലെ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. ഈ സൗന്ദര്യമുള്ള എന്നെയും എൻ്റെ ഈ ചാനലിനെയും ഒക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അടുത്തൊരു ടെക്നോളജി വീഡിയോ അല്ലെങ്കിൽ ഇതേപോലത്തെ ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുകൊടുക്കുന്നതായിരിക്കും.